എൻ്റെ പേര് ലില്ലി മാത്യു. ഞാൻ ഒഴക്കോടി, വയനാട് മാനന്തവാടി ഒഴക്കോടിയാണ് താമസിക്കുന്നത്. ഒരു 26 വർഷമായി ഞങ്ങൾ പശു വളർത്താനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഒരു 6 ഏക്കറോളം സ്വന്തമായി സ്ഥലമുണ്ട്. അതിൽ നല്ല തോട്ടമായിരുന്നു. കുരുമുളക്, കാപ്പി, കമുങ്ങ് എല്ലാം അടങ്ങുന്ന നല്ല തോട്ടമായിരുന്നു. നിർഭാഗ്യവശാൽ ഈ തോട്ടമെല്ലാം 1 വർഷം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ദ്രുതവാട്ടം വന്ന കുരുമുളകും അതേപോലെ മഹാളി വന്ന് നമ്മുടെ കമുങ്ങും എല്ലാം ആദായം ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും വരുമാന മാർഗം കിട്ടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പശു മെല്ലെ വളർത്തിയാലോ. വലിയ കാര്യമായിട്ടൊന്നും അതിനെ അറിയില്ല. ചെറിയ 2-3 പശുവൊക്കെ വളർത്തിയിട്ടുണ്ട്. എങ്കിലും ഒരു ഫാമായി ചെയ്യാനുള്ള ഒരു ആർജവമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് പ്രൈവറ്റ് കോളേജ് അധ്യാപകനായിരുന്നു. കുഞ്ഞു മക്കളായിരുന്നു. പക്ഷേ തുടങ്ങി എന്താ പറയുക, ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് ഇറങ്ങിയ ശേഷം നമുക്കത് കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാനും, പിന്നെ ഞങ്ങൾ ചെയ്ത എല്ലാ സമയങ്ങളിലും നമുക്ക് വലിയ കഷ്ടനഷ്ടമൊന്നും വന്നില്ല. ഓരോരോ നേട്ടങ്ങൾ അതിൽ നിന്ന് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് കൂടുതലത് പിന്നെ നമുക്കെന്തോ ഞങ്ങളെ ആരോ താങ്ങി നിർത്തുന്നത് പോലെയാണ് നമുക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. ഈ മേഖലയിലേക്ക് വന്ന പിന്നെ അറിവില്ലാതെ വലിയ ശേഷിയില്ലാതെയൊക്കെ കടന്നു വന്നിട്ട് നമ്മളെ എന്തോ ഒരു കൈപിടിച്ച് നടത്തുന്നത് പോലെയാണ് അനുഭവം നമുക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ വരുമാനം കണ്ടതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ കൂടുതലായി ഇതിനെ വ്യാപിപ്പിക്കാൻ പരമാവധി അറിവുകൾ നേടിക്കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോഴാണ് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വലിയ കടങ്ങളും ബാധ്യതകളും ഒന്നും എടുക്കാതെ ആ ചെറിയ ഫാമിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഫാം മെല്ലെ വലുതാക്കി ഇന്ന് കാണുന്ന ഈ 100ഓളം പശുക്കളും അതിൻ്റെ കിടാക്കളും എല്ലാം ഉൾപ്പെട്ട് 130 എണ്ണത്തോളം നമ്മുടെ ഫാമിലുണ്ട് ഇപ്പം. അത് ഞങ്ങളാക്കിയെടുത്തത് ദൈവത്തിൻ്റെ ഒരു കരുണയും നമ്മുടെ ഒരു കരുതൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ പിന്നെ ആണ് ചിന്തിച്ചത്. ഇത്രയും ഫാം വലുതായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് നമുക്ക് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ പിന്നെ ആ മേഖലയിലേക്കൊന്ന് പഠിക്കാൻ മനസ്സ് വെച്ചൊന്ന് പഠിച്ചു. 1 വർഷത്തോളം നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന മറ്റു ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം ഒരു 50 ലിറ്റർ പാലിൽ തൈരാക്കിക്കൊണ്ടാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അവിടെ നമുക്ക് എടുത്തു പറയാൻ ദൈവാനുഗ്രഹം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഈ 50 ലിറ്റർ തൈര് എന്നുള്ളത് ആദ്യമേ നമ്മൾ ബിസിനസ് പോലും പഠിക്കാതെ ഇറങ്ങിയ ആളുകളാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ നമുക്കത് കൂടുതൽ ചെയ്യാനും ഞങ്ങളുടെ ഇന്നത്തെ ഫാമിലെ മുഴുവൻ പാലും മുഴുവൻ ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാനും നമുക്കിന്ന് കഴിയുന്നുണ്ട്. അപ്പോൾ മോൻ MBA കഴിഞ്ഞ് പഠനം കഴിഞ്ഞ ശേഷം ഇപ്പോൾ 1 വർഷമായി. അവനും കൂടെ ഈ മേഖലയിലേക്ക് താല്പര്യപൂർവ്വം വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഇത് കുറച്ചും കൂടെ വിപുലമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ഫാമിലാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത് 1000 ലിറ്റർ 950 ലിറ്റർ തോതിലുള്ള പാലാണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു പാലിൻ്റെ ലഭ്യത കൂട്ടാനും ഒപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോൻ്റെ കൂടെ സപ്പോർട്ടുള്ളത് കൊണ്ട് 6 വർഷത്തോളമായി ഹസ്ബൻഡും എൻ്റെ ഒപ്പം തന്നെയാണ്. അതിനു മുൻപും പിള്ളേരാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും അവരുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ മുഴുവൻ സഹായവും സഹകരണവും ഈ മേഖലയിൽ ശരിക്കും ഉണ്ട്. ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടൊന്നും ഇത് കയറി വരാൻ കഴിയില്ല. പശു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു അസുഖമൊക്കെ വന്നാൽ അതിനെ നോക്കാൻ മറ്റുള്ളവരും കൂടെ തയ്യാറാകണം. ഒരു കുടുംബം മൊത്തമായി സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് എന്താണെങ്കിലും 100% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം മിടുക്കല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ ഒരു കരുതലും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഇപ്പോൾ ഈ നിലയിൽ ഒരു 10-22ഓളം ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കുടുംബങ്ങൾ ജീവിക്കാനുള്ള വരുമാനം കൂടെ ഞങ്ങളുടെ ഇതിൽ നിന്നുണ്ടാക്കി കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ
പരമ്പരാഗതമായ കാർഷിക മേഖലയെ ഒരു സംരംഭമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പം കാലങ്ങളായി നമ്മുടെ വീട്ടിൽ പശു വളർത്തുന്നു. ആ പാലിന് വേണ്ട രീതിയിലുള്ള വില ലഭിക്കുന്നില്ല. അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് ഭാഗമായി ലില്ലീസ് എന്ന ബ്രാൻഡ് ആരംഭിക്കുന്നു. അതുകൊണ്ട് പാലിന് കൂടുതൽ വില ലഭിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് നല്ല രീതിയിലുള്ള ഉൽപ്പന്നം നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം. പഠനശേഷം വേറൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് തിരിയാതെ തന്നെ ഈ മേഖലയിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് കൂടുതൽ ലാഭകരമാക്കി ഈ സംരംഭത്തെ ഇത്രയും ഒരു 3-4 വർഷം കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് മറ്റ് മേഖലയിലുള്ളതുപോലെ യാതൊരു മാനസിക ബുദ്ധിമുട്ടോ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലാഭത്തിലേക്കും കൂടുതൽ മെച്ചത്തിലേക്കും ഒരു സാമ്പത്തിക സ്ഥിതി എന്നതിലപ്പുറത്തേക്ക് കൂടുതൽ ഒരു മാനസിക സുഖത്തിലേക്കും ഇത് എത്താൻ സഹായിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഈ പശുക്കളിൽ ഒരു 75% ഞങ്ങളിവിടെ വളർത്തിയുണ്ടാക്കിയ കിടാക്കളാണ്. ഇവളൊക്കെ ഇവിടെ ഉണ്ടായ വിള. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ തൊഴുത്തിൽ തന്നെ വളരുന്ന കിടാക്കളാകുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകത്തില്ല. അവരുടെ സ്വഭാവം നമുക്കറിയാം. നമ്മൾ നല്ല ഇണക്കം ഉണ്ടാകും. പിന്നെ നമുക്ക് സാമ്പത്തികമായിട്ടും കുറച്ച് ലാഭം ഉണ്ടാകും. സ്വന്തമായിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ കന്നുകുട്ടികളെ വളർത്തുന്നത്. ഞങ്ങളായിട്ട് തന്നെ ധാന്യപ്പൊടികളും തവിടും പിണ്ണാക്കും എല്ലാം കൂടെ മിക്സാക്കി ആ തീറ്റയാണ് കന്നുകുട്ടികൾക്ക് ഒരു ചെന വെച്ച് പിന്നെ ഒരു 15, 16, 17 മാസത്തിലെല്ലാ കന്നുകുട്ടികളെയും കുത്തിവെക്കാറുണ്ട്. അവരൊരു 3 മാസം ചെനയാണ് എന്ന് ഉറപ്പിക്കുന്നത് വരെ നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന ആ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നേരം കമ്പനി ഫീഡും ഒരു നേരം ഞങ്ങൾ സ്വന്തമായി ചെയ്യുന്ന മിക്സ് തീറ്റയുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കമ്പനി ഫീഡിനെ മുഴുവൻ കൊടുക്കുന്നില്ല. മുഴുവൻ സമയം ഞങ്ങൾ ഞങ്ങളുടെ മിക്സ് കൊടുക്കുന്ന കാലഘട്ടങ്ങളും ഉണ്ട്. ഇപ്പോൾ ലേശം ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് നമ്മൾ ഒരു നേരം മാത്രം കമ്പനി ഫീഡും ബാക്കി നമ്മുടെ മിക്സ് തീറ്റ. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഇടുന്നത് ധാന്യപ്പൊടികൾ, തവിട്, പിണ്ണാക്ക് അങ്ങനെയുള്ള ഐറ്റം എല്ലാമാണ് ഇടുന്നത്. പിന്നെ കന്നുകുട്ടികളെ വളർത്തുന്നതിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഇവരുടെ പ്രസവം തൊട്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നോക്കണം. ആദ്യത്തെ 10ാമത്തെ ദിവസം തന്നെ നമ്മൾ ഇവർക്ക് വിരമരുന്ന് കൊടുക്കണം. പിന്നെ വരുന്ന 22 ദിവസത്തിൽ അടുത്ത വിരമരുന്ന് കൊടുക്കണം. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ മാസത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 മാസം കൂടുമ്പം അടുപ്പിച്ച് 2 വിരമരുന്ന് കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ നമ്മുടെ ഒരു 3 മാസം പശുവിൻ്റെ പാല് എന്നുള്ളത് ആദ്യത്തെ 1 മാസം 4 ലിറ്റർ പാല് നിർബന്ധമായിട്ടും കൊടുക്കും. പിന്നെ 2ാമത്തെ മാസം 3 ലിറ്റർ, 3ാമത്തെ മാസം 2 ലിറ്റർ. പ്രസവിച്ച ഉടനെ മാറ്റി കെട്ടിയിട്ട് അളന്ന് പാല് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് നമ്മൾ 3ാമത്തെ മാസം ആകുമ്പോഴേക്കും ഇവർ നമ്മുടെ ഫീഡൊക്കെ നന്നായി തിന്നാൻ തുടങ്ങും. അപ്പോൾ ഒരു 20 ദിവസത്തിൽ തീറ്റ തുടങ്ങുമെങ്കിലും 3 മാസം ആകുമ്പോഴാണ് നല്ല പോലെ ഒരു 1/2 കിലോയിൽ മേലെയൊക്കെ തീറ്റ തിന്നും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പാലുകൂടി വിടാം. അവർ നന്നായി വളരുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് വളരും. ഇപ്പോൾ ഇവിടെ കിടാക്കളുണ്ട്, ചെന വെക്കാറായവരുണ്ട്, ചെന പിടിച്ചവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, എല്ലാ സെക്ഷനും ഉണ്ട്. 10-24 എണ്ണത്തോളം ചെനയ്ക്ക് മുമ്പുള്ള കിടാക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പിന്നെ പശുവിൻ്റെ പ്രസവം എന്ന് പറയുന്നത് പശുവിനെ നോക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് കൃത്യമായിട്ട് ചെന പിടിപ്പിക്കുക എന്നുള്ളത്. 3 മാസത്തിൻ്റെ ഉള്ളിൽ പശു ചെന പിടിച്ചിരിക്കണം. അപ്പോൾ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ 1.5 മാസത്തിൽ ചിലർ കാണിക്കും. 2 മാസമെല്ലാം ആകുമ്പോൾ തന്നെ ഇവർക്ക് ഹീറ്റ് കാണും. നമ്മൾ നിർബന്ധമായിട്ടും ദിവസം 2 നേരം ഈ പശു കിടക്കുമ്പോൾ പശുവിൻ്റെ ബേക്ക് സൈഡിൽ കൂടെ നമ്മൾ നടന്ന് നോക്കണം. അതാണ് ഏറ്റവും നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റായിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. 3 മാസത്തിന് 2.5 മാസം കഴിഞ്ഞ് 3 മാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴാണോ പശു ഹീറ്റാകുന്നത് ആ സമയം നമ്മൾ നിർബന്ധമായിട്ടും കുത്തിവെപ്പിക്കണം. അങ്ങനെയായാൽ ചെന പിടിക്കാൻ എളുപ്പമാണ്. വർഷത്തിൽ ഒരു പ്രസവം കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് യൂട്രസൊക്കെ റെഡിയാകാനുള്ള മെഡിസിൻ നമ്മൾ ആയുർവേദ മരുന്നുകളുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കൊടുക്കണം. പിന്നെ ഇവർക്ക് ചില്ലറ അസുഖങ്ങളൊക്കെ വരുന്നതിന് ദഹനം റെഡിയില്ല, അയറുന്നില്ല, വയറിളക്കം, പിന്നെ വയറ് കമ്പിക്കൽ അങ്ങനെയൊക്കെ വരുന്ന കാലിന് വേദന അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നാൽ അതിനൊക്കെ ഞങ്ങൾ ആയുർവേദ മരുന്നുകളാണ് ചെയ്യാറ്. പിന്നെ അത്രമേൽ രൂക്ഷമായ രോഗങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ ഡോക്ടറെ സഹായം വേഗം വിളിക്കും. നമ്മൾ തന്നെ മരുന്നുകളൊക്കെ ചെയ്യാറുണ്ട്.
ഡോക്ടറുടെ സഹായം നമുക്ക് പെട്ടെന്ന് ചെയ്യുക, രോഗം കണ്ട അപ്പം തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി. വെച്ച് താമസിപ്പിക്കുകയല്ല. പിന്നെ അതേപോലെ കുളമ്പ് രോഗത്തിനാണെങ്കിലും ലംബി സ്കിന്നാണെങ്കിലും നമ്മളിതിൽ ഇവർക്ക് വാക്സിൻ കൊടുക്കാറുണ്ട് കൃത്യമായ ഇടവേളയിൽ. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ അത് പ്രൈവറ്റായിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. കാരണം കൂടുതൽ പശുക്കളുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ കാണാനും പഠിക്കാനും ഒക്കെ എപ്പോഴും വരുന്നതും ആയതുകൊണ്ട് നമ്മൾ അവരെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ നേരത്തെ തന്നെ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ. കുളമ്പ് രോഗമൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ ഈ ഫാം തുടങ്ങിയ ശേഷം ഇന്ന് വരെയും വന്നിട്ടില്ല. പിന്നെ അതേപോലെ പിന്നെ ഇവർക്ക് വരുന്ന മെയിനായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് വല്ലപ്പോഴും വരുന്ന ഒരു അകിട് വീക്കം, അതൊക്കെ ഉള്ളൂ. അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാവുന്ന രോഗങ്ങളേ ഉള്ളൂ. ഇപ്പം പശു വളർത്തുന്ന ഈ ഇത്രയും കാലത്തെ ഇത് വെച്ചിട്ട് നമ്മൾ ധൈര്യപൂർവ്വം ഇവരുടെ രോഗങ്ങൾ മനസ്സിലാക്കാനും അതിന് പെട്ടെന്നൊന്ന് മരുന്നുകളൊന്ന് കണ്ടെത്താനും ചെയ്യാനും ഒക്കെ പഠിച്ച് പ്രസവത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് ആവശ്യത്തിന് പുല്ല് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പശുക്കളെ വളർത്തി സംരക്ഷിച്ച് പാലെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് പഠിച്ചാൽ മതി. എന്നെ സംബന്ധിച്ച് തുടക്കത്തിലൊക്കെ 1-2 വർഷം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ ഒരു പഠനം നമ്മളെ ദൈവം അനുഗ്രഹിച്ച് ആരോട് ചോദിച്ചാലും നമുക്കിത് പറഞ്ഞു തരും. അവർ അങ്ങനെ കിട്ടിയ അറിവിൽ നിന്നാണ് ഞാനിത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്നോട് ആര് ചോദിച്ചാലും എന്ത് കാര്യമാണെങ്കിലും ഞാനിനി രാത്രി വൈകിട്ടാണെങ്കിലും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. കാരണം ഇനി നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹം കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കാൻ, ഇന്നിപ്പോൾ കാണുന്ന ഈ മേഖലയിൽ നിന്നൊക്കെ വിജയിക്കാൻ പറ്റുന്ന മറ്റു കൃഷി രീതികളിൽ നിന്നൊക്കെ നമുക്ക് സ്ഥിരമായി ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മേഖലയാണ് പശു വളർത്തൽ. പിന്നെ നമുക്ക് ഇവരെ കാണുമ്പോൾ സന്തോഷം, സമാധാനം അതെല്ലാം ഉണ്ട്. ഇവരുടെ അടുത്ത് ഒരു ദിവസം 2-3 പ്രാവശ്യമെങ്കിലും ഇത്ര പശു ഉണ്ടെങ്കിലും ഞാൻ അവരുടെ അടുത്തുകൂടി പോവുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും. രാവിലെ ശരിക്കും 3 മണിക്കാണ് ഇവിടെ പണി തുടങ്ങുന്നത്. 3 മണിക്ക് ആദ്യം ക്ലീനിങ്, ചാണകം വാരി ക്ലീൻ ചെയ്യും, ജോലിക്കാർ വരും. ആ സമയത്ത് തന്നെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇറങ്ങി വരും. അതിനുശേഷം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും കറവയും ക്ലീനിങ്ങും മറ്റു പണികളും എല്ലാം ഇവിടെ കഴിയും. അതിനുശേഷമാണ് നമ്മൾ പ്ലാന്റിൽ 5:45-നാണ് പ്ലാന്റിൽ പണി തുടങ്ങുന്നത്. ആ സമയത്ത് അവിടെ പണി തുടങ്ങുന്ന സമയം വരെ ഇവിടെ നിന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകും. അവിടെ പണി കഴിഞ്ഞ് ഒരു 10 മണിയോടെ അവിടുത്തെ പാല് പ്രോസസ്സിങ്ങും ഒക്കെ കഴിയും. പിന്നെ ആ സമയത്താണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ ഭക്ഷണവും അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മളവിടെ പോയി അവിടുത്തെ പേക്കിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഉച്ചയോടെ നമുക്ക് ഇവിടുന്ന് പ്ലാന്റിലെ പണിയും കഴിഞ്ഞ് ഫ്രീ ആകാൻ വേണ്ടി കഴിയും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അല്പം സമയമുണ്ട്. പിന്നെ 3 മണിക്കാണ് ഇവർ വീണ്ടും 2ാമത്തെ പണി തുടങ്ങുന്നത്. ആ സമയത്തും കറവയുടെ ആ സമയമാകുമ്പോഴേക്കും വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ തൊഴുത്തിലേക്ക് എത്തും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ രാത്രിയാകുമ്പോൾ നമ്മുടെ പ്ലാന്റിൽ രാവിലെ റെഡിയാക്കി വെച്ച എല്ലാ പാല്, തൈര്, മോര്, നെയ്യ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുത്ത് കൂളിങ്ങിൽ വെച്ച് നല്ല മാതിരി റെഡിയാണോ എന്നൊക്കെ നോക്കി എല്ലാം റെഡിയാക്കി വെച്ചാൽ 7:30 ആ സമയം കൊണ്ട് നമ്മുടെ എല്ലാ പണിയും വൈകുന്നേരത്തെ പണിയും തീരും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ നമുക്ക് എന്നാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ഇടയിൽ കൂടെ നടന്നിട്ടുള്ള പണിയായതുകൊണ്ട് ഒരിക്കലും ഒരു സങ്കടമില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ഏകാഗ്രതയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എത്ര അസുഖമാണെങ്കിലും നമുക്കത് ഒരു ശാരീരികമായിട്ടൊരു ഉന്മേഷം കിട്ടുന്ന ഒരു മേഖലയായത് എന്തു പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം അങ്ങനെയാണ് നമ്മുടെ പോകുന്നത്. പിന്നെ അത്യാവശ്യം ഞങ്ങളിപ്പോൾ വീട്ടിൽ കുടുംബത്തിലെല്ലാവരും സപ്പോർട്ടീവ് ആയതുകൊണ്ട് എവിടെ പോകണമെങ്കിലും ഇപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണമെങ്കിലും മോനെ നോക്കിക്കോളും. അതേപോലെ ഞങ്ങൾ രണ്ടാളും, ഞാനും ഹസ്ബൻഡും ആണെങ്കിൽ മോനെ ഇവിടെ ആക്കും. പിന്നെ അവർ പോകുമ്പോൾ ഞാൻ നോക്കും. അങ്ങനെ മാറി നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് നിർബന്ധമാണ് ക്ഷീരമേഖലയിലേക്ക് വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നല്ല വിജയം അതിന് കൊണ്ടുവരാൻ കഴിയും. ലില്ലീസ് ഫാമിൽ പ്രധാനമായും ഗീർ, HF, ജേഴ്സി, റെഡ് സിന്ധി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതലായിട്ടുള്ളത്. ഇത് നമ്മുടെ ഗീർ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കിടാവാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഗീറും HFും ചേർന്നിട്ടുള്ള പശു നമ്മുടെ ഫാമിലുണ്ട്. അതേപോലെ തന്നെ പ്യുവർ HF ആയിട്ടുള്ള കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ നമ്മുടെ ലില്ലീസിലുണ്ട്.
ഗീർ ഇനത്തിൽപ്പെട്ട സാധാരണഗതിയിൽ ഒരു 15 അല്ലെങ്കിൽ 20 ലിറ്റർ പാലാണ് പൊതുവെ ഉണ്ടാകാറ്. പക്ഷേ കൂടുതൽ ഫാറ്റും റീഡിങ്ങും അതേപോലെ തന്നെ പാലിൻ്റെ നിലവാരം കുറേ കൂടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പുതിയതായി നമ്മുടെ ഫാമിലുള്ള പശുക്കളിൽ ഗീറിലേക്കും അതേപോലെ തന്നെ ഗീർ ക്രോസിലേക്കും മാറാനുള്ള ഒരു ശ്രമത്തിലാണ്. അതേപോലെ തന്നെ ഒരു 16-20 ലിറ്റർ കറക്കുന്ന ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളും നമ്മുടെ ഫാമിലുണ്ട്. ഇത് റെഡ് സിന്ധി ഇനത്തിൽപ്പെട്ട HF ക്രോസ് വരുന്ന ഒരു പശുവാണ്. ഇത്തരം പശുക്കളുടെ പ്രത്യേകത നമ്മൾ തൊഴുത്തിലാകുമ്പോൾ അതിന് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. അതായത് മറ്റ് രോഗങ്ങളോ അകിടുവീക്കവോ മറ്റ് വൈറസ് സംബന്ധമായ രോഗങ്ങളോ ഒന്നും അധികം പിടിപെടുന്നതായിട്ട് ഇത്തരം പശുക്കളിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിൽ പശുക്കളെ ക്രമീകരിക്കുന്ന സമയത്ത് എല്ലാ ഇനത്തിൽപ്പെട്ട നാടൻ ഇനത്തിൽപ്പെട്ട പശുക്കളെയും കൂടി നമ്മുടെ ഫാമിൽ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല മികച്ച ഗുണനിലവാരമുള്ളതായിരിക്കണം. അത് ആകണമെങ്കിൽ നല്ല ഉൽപ്പാദന ശേഷിയുള്ള നല്ല റീഡിങ്ങും ഫാറ്റും നല്ല ആരോഗ്യകരമായ പശുക്കളിൽ നിന്നുള്ള പാല് വേണം. ആ കാര്യം വളരെ പ്രധാനത്തോട് കണ്ടുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പശുക്കളിലും ആ നിലവാരം കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ തൊഴുത്തിൽ വളർത്തുന്നത്. ഒരു 3 മാസം പ്രായമായതിനു ശേഷം നമ്മൾ പശുക്കിടാക്കളെ വേറൊരു ഭാഗത്തേക്കാണ് മാറ്റുന്നത്. അതിന് ശേഷമുള്ള പരിചരണം വ്യത്യസ്തമായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക സെക്ഷൻ നമ്മുടെ ഫാമിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ സെക്ഷൻ്റെ പ്രത്യേകത നമുക്ക് കിടാക്കക്കായാലും അഴിച്ച് നടന്ന് തിന്നാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ തീറ്റ സമയത്തും അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്തും മാത്രമാണ് അവരെ കെട്ടിയിടാറ്. ബാക്കി സമയങ്ങളിൽ വളരെ ഫ്രീ ആയിട്ട് അതിലൂടെ നടക്കാൻ രീതിയിൽ ചുറ്റും നമ്മുടെ വേലി കെട്ടിയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഇവർക്ക് പ്രത്യേകതരം തീറ്റയാണ്. അതായത് നമ്മൾ ധാന്യപ്പൊടികളുടെ അളവിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ തവിടിൻ്റെ അളവ് വളരെ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീറ്റ വളരെ ക്രമീകരിച്ച് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സെക്ഷനാക്കി ഇത്തരം കിടാക്കുകളെ മാറ്റുന്നത് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ ഇത്തരം സെക്ഷനാക്കി മാറ്റി നമ്മൾ ക്രമീകരിക്കുന്നതിൻ്റെ ഒരു ഗുണം, നമുക്ക് ഇവയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിരമരുന്ന് കൊടുക്കുക, ഇതിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുക, അതേപോലെ തന്നെ തീറ്റയിൽ കൂടുതൽ അന്നജം വരുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ വളർച്ച അത് കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. എല്ലാ സമയത്തും തീറ്റപ്പുല് കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനവും നമ്മുടെ കിടാക്കൾ വളർത്തുന്ന ഭാഗത്ത് തയ്യാറാക്കാറുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതിന് നല്ല വളർച്ച എത്തിക്കൊണ്ട് കുറഞ്ഞ കാലാവധിയിൽ തന്നെ ചെന പിടിപ്പിച്ച് നമ്മുടെ കറവയിലേക്ക് നമ്മൾ ഈ പശുക്കളാക്കി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒൻപത് ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ പുല്ല് നടുന്നുണ്ട് ഇന്ന്. അത് കൂടാതെ നമുക്ക് പാട്ടത്തിന് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും പുല്ല് നട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഈ ക്ഷീരമേഖല പശു വളർത്തൽ വിജയിക്കണമെങ്കിൽ നല്ല ഇനം പുല്ല് നട്ടു വളർത്തണം. അതിനുശേഷമാണ് ഞങ്ങളുടെ തോട്ടത്തിൽ ആദായം പോയി നല്ല പുല്ല് നട്ടതിന് ശേഷമാണ് നമുക്ക് വിപുലീകരിക്കാനുള്ളൊരു മനക്കരുത്ത് കിട്ടിയത്. അപ്പോൾ അതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും സൂപ്പർ നേപ്പിയർ പുല്ലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നടുന്നത്. കണ്ടതിലിപ്പോൾ ഏറ്റവും നല്ലത് സൂപ്പർ നേപ്പിയർ പുല്ലിനങ്ങളാണ്. അത് ആദ്യകാലങ്ങളിലൊക്കെ CO3, CO4, CO5 ഒക്കെയാണ് നട്ടിരുന്നത്. ഇപ്പോൾ റെഡ് നേപ്പിയർ ഉണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് വളർച്ച പോരാ. പക്ഷേ നമുക്ക് ഈ സൂപ്പർ നേപ്പിയർ പുല്ലിനങ്ങളാണ് ഏറ്റവും നല്ലതായിട്ട് നട്ടുന്നത്. 9 ഏക്കറും സമൃദ്ധിയായി സ്ലറി ഒഴിക്കാനും പശുവിൻ്റെ മൂത്രവും ചാണകവും എല്ലാം ഞങ്ങൾ സംഭരിച്ച് ഒരു കുഴിയിലാക്കിയിട്ട് അതൊഴിക്കുന്നുണ്ട്. അതൊഴിക്കുകയും ഒപ്പം വേനൽക്കാലത്ത് സ്പ്രിംഗ്ലെയർ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 30 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഓരോ ബാച്ച് ഞങ്ങൾക്ക് അരിയാനായിട്ട് കിട്ടുന്നുണ്ട് പുല്ല്. പിന്നെ പുല്ല് കൊടുക്കുമ്പോൾ വെച്ചാൽ ഒരുപാട് അത് മൂത്ത് പോയ ശേഷം കൊടുത്തതുകൊണ്ട് നമുക്ക് പാലിൻ്റെ ലഭ്യത കുറയും. അതിൻ്റെ അടിയിൽ നിന്ന് കണ തിരിയുന്ന പാകത്തിൽ പുല്ലരിഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെയൊരു പുല്ലെടുത്താൽ ആ പുല്ലിൻ്റെ ഈ ചുവടിൽ 2 മുട്ടൊക്കെ വരാൻ പാടുള്ളൂ. ഇങ്ങനെ 1-2 മുട്ടൊക്കെ കണ തിരിയുക. ഇത് കൂടുതൽ കണയായി കഴിഞ്ഞാൽ ഇതിൽ പാല് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആ പാകം നോക്കി അരിഞ്ഞരിഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പാല് കറന്നെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പുല്ല് നട്ടിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ വർഷവും പശുവിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എവിടെ നിന്നാണോ സ്ഥലം കിട്ടുന്നത് അവിടെ നിന്നൊക്കെ പാട്ടത്തിനാണെങ്കിലും എടുത്തിട്ട് പുല്ല് നട്ടുകൊണ്ടിരിക്കും. നമ്മൾ ലില്ലി
ബേബീസ് ഫാമിൽ ഓരോ പശുക്കളെയും കിടാക്കളെയും അതിൻ്റെ പ്രായം അനുസരിച്ച് വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഫാമിൻ്റെ നിർമ്മാണ ഘട്ടം മുതൽ നമ്മൾ അത്തരം കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസം 2-3 മാസമായ കിടാക്കളെ നമ്മൾ ഇത്തരത്തിലൊരു വേറെ വിഭാഗമായിട്ടാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പുൽത്തൊട്ടി വളരെ ചെറുതാക്കിക്കൊണ്ട് അവർക്ക് എപ്പോഴും വെള്ളം ലഭിക്കുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക് വാട്ടർ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ ഈ ഇത്തരം കിടാക്കൾക്ക് അത്യാവശ്യം പാല് കൊടുക്കുന്നതിനും പ്രത്യേക രീതിയിലുള്ള തീറ്റ നൽകുന്നതിനും ഒക്കെ ഇത്തരത്തിൽ നമ്മളൊരു പ്രത്യേക സെക്ഷനായി കിട്ടുമ്പോൾ അത് വളരെ ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന പശുക്കിടാക്കളെ നമ്മുടെ ഫാമിൽ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു ഫാമിൻ്റെ വളർച്ചയുടെ ലാഭകരമാക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഇനത്തിൽപ്പെട്ട പശുക്കിടാക്കളെ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ വർഷം മുഴുവൻ നല്ല രീതിയിൽ പാലും തീറ്റയും കൊടുത്ത് അതിനെ നല്ല രീതിയിൽ ചെന പിടിപ്പിച്ച് മാറ്റുമ്പോൾ നമുക്ക് പശുക്കളെ വാങ്ങിക്കൊണ്ട് ഒരു അമിത ചെലവ് നമ്മുടെ ഫാമിൽ വരുത്തി വെക്കുന്ന ഒരു സ്ഥിതിയില്ല. ഭാഗത്തേക്ക് ഇനി പശു ആർക്കെങ്കിലും എണീക്കാനൊരു എന്തെങ്കിലും പ്രയാസമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് അഴിച്ചു വിടും. മഴക്കാലത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേനൽക്കാലത്ത് നമുക്ക് വേറെ സൗകര്യമുണ്ട്. ഒരു സെൻറ്റ് സ്ഥലം ഞങ്ങൾ വളച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അഴിച്ചു വിടും കാലോടെ. അത് എല്ലാ ബാച്ചിലും ഓരോ നിരയുള്ള പശുക്കളെ ഓരോ ദിവസം അഴിച്ചു വിടും. അപ്പോൾ ആഴ്ചയിൽ അവർക്ക് 2-3 ദിവസം നടക്കാനുള്ള ഒരു സമയം കിട്ടും. അങ്ങനെ വിടാറുണ്ട്. വേനൽക്കാലത്ത് അത് നടക്കത്തുള്ളൂ. മഴക്കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെയൊരു ഏരിയ ഞങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ചേക്കുക. അപ്പം ഒന്ന് കാലോടേണ്ട ചില പശുക്കൾ നിപ്പിലിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് കാലിനൊരു അസ്വസ്ഥതയുണ്ടാവും. അങ്ങനെ കാണുമ്പം തന്നെ നമ്മളങ്ങ് 2 ദിവസം അഴിച്ചു വിട്ടാൽ ഒരു 2-3 ദിവസം സ്ഥിരമായിട്ട് അതിലങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവർ നല്ല റെഡിയായി വരും. വളരെ നമുക്ക് കാണേണ്ട ഒരു മാറ്റമാണ് അത്. ഒത്തിരി മാറ്റം വരും അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ ഞാൻ നോക്കിയിട്ട് ദഹനം അയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു പശുവിനെ പോലും നമ്മൾ അഴിച്ചു വിട്ടാൽ അവർ നല്ല ഉഷാറായിട്ട് വരുന്ന കാണാം. അവർ നടക്കും. അതില്ല നടന്നു കഴിയുമ്പോൾ കിടന്ന് പിന്നെ അവരുടെ ഇഷ്ടാനുസരണം തിന്നാനായിട്ട് സൈഡിൽ കുറച്ച് പുല്ലും കുടിക്കാനുള്ള വെള്ളമുണ്ട്. അതും കൊടുത്താൽ അവർ ആവശ്യത്തിന് കുറേശ്ശെ കഴിച്ച് ഒക്കെ റെഡിയായി വന്നോളും. അപ്പോൾ അങ്ങനെ ഈ ഫാം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഏരിയ നമ്മൾ കണ്ടെത്തി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിപ്പോൾ ഞങ്ങൾ 2-3-4 വർഷമായിട്ടുള്ളൂ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ മഴക്കാലത്ത് നടത്താനായിട്ട് 3-4 വർഷമായുള്ളൂ ഇത് പണിതിട്ട്. മറ്റേ വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ആദ്യം തൊട്ട് സൗകര്യം ഉണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല അതിനൊരു മാറ്റമുണ്ട്. അപ്പോൾ ഫാം ചെയ്യുന്നവർ അതിനും കൂടി ഒരു ശകലം സ്ഥലം ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും.